Hi, hello, welcome to 90 Plus India's first animated live tuition. Hello, good evening. ഹൃദയ്, നീ എന്നെ ഇരുട്ടത്താണ് ഇരിക്കണേ. യെസ്, ഗുഡ് ഈവനിങ്. ഇപ്പൊ ലൈറ്റ് ഇട്ടോളോ? ഇപ്പൊ ലൈറ്റ് ഇട്ടോളോ? നീ മുറിയില്ല. ഇപ്പൊ ലൈറ്റ് ഇട്ടതേ ഉള്ളോന്ന്. ആദ്യം ഇങ്ങനെ ക്യാമറ തെളിഞ്ഞപ്പോ ഭയങ്കര ഇരുട്ടായിരുന്നു. പെട്ടെന്ന് വെട്ടാൻ വന്നവരെ തോന്നി, അതുകൊണ്ട് ചോദിച്ചാ കേട്ടാ. ഓക്കെ, എന്നാണ് വിശേഷം? എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സ്കൂളിൽ എങ്ങനെ റിവിഷൻ ഒക്കെ എങ്ങനെ പോണു? ഓ, ചാപ്റ്റേഴ്സ് തീർത്തില്ല ഇതുവരെ? തീർക്കണേ ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ വേറെ ആരാ വന്നേക്കണ? അമ്മീൻ വന്നിട്ടില്ലല്ലോ. ഇല്ല, അവിടെ ക്യാമറ ഓൺ ചെയ്തടാ. രണ്ടുപേരെ വന്നിട്ടുള്ളൂ. രണ്ടുപേരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എപ്പോഴാ വന്നേ? നമുക്കാണെ 3 ചാപ്റ്റർ റിവിഷൻ ചെയ്യണം. ആകെ 1 മണിക്കൂറേ സമയം ഉള്ളൂ താനും. അമീന അവിടെ ഇല്ലേ? അമീന ഒന്ന് ക്യാമറ ഓൺ ചെയ്തടാ. ഇല്ലാന്ന് തോന്നുന്നു. ഓക്കേ, ഹൃദയം, നമ്മൾ ഇന്ന് ഏതൊക്കെയാണ് റിവിഷൻ ചെയ്യാൻ പോണേ? അറിയാവോ? ഇന്ന് ഏതൊക്കെയായിരിക്കും റിവിഷൻ പറഞ്ഞേക്കണേ? ഇന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സാ? സെക്കൻഡ് ചാപ്റ്റർ. അതേതാണ് സെക്കൻഡ് ചാപ്റ്റർ? ന്യൂ നമ്പേഴ്സ്. പിന്നെ അഞ്ചാമത്തെ ചാപ്റ്റർ ഏതാണ്? ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? യെസ്. പിന്നെയോ? ചാപ്റ്റർ 6 സിമിലർ ട്രയാങ്കിൾസ് അല്ലേ? ഇതിനൊക്കെ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ ഏതാ? ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ, അതുപോലെ ഏറ്റവും പാടുള്ള ചാപ്റ്റർ പറ. യെസ്, അഭിനവ് എത്തി, ഇനിക്ക് എത്തി. ഗുഡ് ഈവനിങ്. ഒന്ന് ക്യാമറ ഓൺ ചെയ്തേ. എത്തിക്കഴിഞ്ഞാലും ക്യാമറ ഓൺ ചെയ്യാൻ വലിയ മടിയാ. ഗുഡ് ഈവനിങ്. എത്ര നാളായി കണ്ടിട്ട്? കുറെ ദിവസമല്ലേ കണ്ടിട്ട് നമ്മള്? കുറെ ദിവസമായി. എങ്ങനെയുണ്ട് നിങ്ങളുടെ റിവിഷൻ ഒക്കെ? മൊത്തത്തിൽ എങ്ങനെ പോണു? എല്ലാ സബ്ജക്റ്റിന്റെയും നല്ല രീതിയിൽ പോണോ? റിവിഷൻ നല്ല രീതിയിൽ പോകണ്ടേ? നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് ഉദ്ദേശിച്ചു കേട്ടോ. റിവിഷൻ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ അത് പഠിക്കും കൂടെ ചെയ്യണം കേട്ടോ. യൂസ്ഫുൾ ആക്കണം ഇവിടുത്തെ റിവിഷൻ. അല്ലാതെ ക്ലാസ് മാത്രം കണ്ടിട്ട് ഏറ്റുപോയിട്ട് കാര്യമില്ല. ആ ക്ലാസ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിപ്പിച്ച കാര്യങ്ങൾ ഇവിടെ വീട്ടിൽ നിന്ന് ഒന്നുകൂടെ പഠിക്കണം നിങ്ങൾ. ഓക്കെ, അത് യൂസ്ഫുൾ ആക്കി എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സമയമില്ല. നമുക്ക് ഒട്ടും സമയമില്ല. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെ നമ്മൾ റിവൈസ് ചെയ്യാൻ പോണ? ചാപ്റ്റർ നമ്പർ 2, അതുപോലെ 5 and 6. ഈ 3 ചാപ്റ്റേഴ്സ് നമ്മൾ റിവൈസ് ചെയ്യാൻ പോണ കേട്ടോ. 3 ചാപ്റ്റേഴ്സ് നമ്മൾ റിവൈസ് ചെയ്യാൻ പോണെന്നാ. ഏതൊക്കെയാ? ചാപ്റ്റർ നമ്പർ 2 ന്യൂ നമ്പേഴ്സ്, ചാപ്റ്റർ നമ്പർ 5 ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ചാപ്റ്റർ നമ്പർ 6 സിമിലർ ട്രയാങ്കിൾസ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എന്നാ ഒന്ന് ഹെഡിങ് കൊടുത്തേരാ. ചാപ്റ്റർ നമ്പർ 2, 5 and 6 റിവിഷൻ ഒന്ന് കൊടുത്തേരാ കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോണത് ചാപ്റ്റർ 6 സിമിലർ ട്രയാങ്കിൾസിലെ ഒരു 2-3 ക്വസ്റ്റ്യൻ ആട്ടാ. ആദ്യം നമുക്ക് സിമിലർ ട്രയാങ്കിൾ നോക്കാം. കൊറേയൊക്കെ മറന്നുപോയി കാണില്ല നിങ്ങള്? അപ്പൊ ഒന്ന് ഓർമ്മപ്പെടുത്തി എടുക്കണ്ടല്ല. പിന്നെ അതെ, അഫാൻ എത്തി. അഫാൻ, ഗുഡ് ഈവനിങ്. കൊഞ്ചം ലേറ്റ് ആയി പോയി. നീ സാധാരണ കറക്റ്റ് ടൈമിൽ വന്നാണല്ലോ. അതാണോ? ഓക്കെ ഓക്കെ, സാരില്ല. ഒരു ഹെഡിങ് എഴുതിക്കണം. ചാപ്റ്റർ നമ്പർ 6 സിമിലർ ട്രയാങ്കിൾസ്. നമുക്ക് ആദ്യം 2 ദിവസം നോക്കാം. സിമിലർ ട്രയാങ്കിൾസ് നിങ്ങൾക്ക് എളുപ്പമാണെന്ന് എനിക്ക് അറിയാം. എങ്കിലും പഠിച്ചതൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിട്ട്. ഓക്കെ, സിമിലർ ട്രയാങ്കിൾസിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കണം. ഒരു ക്വസ്റ്റ്യൻ നോക്കിയ സിമിലർ ട്രയാങ്കിൾസിലെ ഒന്ന് വായിച്ചെല്ലാരും. ബുക്കിലോട്ട് എഴുതും കൂടെ ചെയ്തോ കേട്ടാ. എന്താ പറയുക? ഇൻ ദ ഫിഗർ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ആർ ഈക്വൽ. എന്താ പറഞ്ഞേ? ആദ്യം തന്നിരിക്കുന്ന ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾസും അതുപോലെ രണ്ടാമത് തന്നേക്കുന്ന ട്രയാങ്കിൾ ആയ പി ക്യു ആറിലെ ആംഗിൾസും എങ്ങനെയാന്നാ പറഞ്ഞേക്കണത്? ഈക്വൽ ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യം എന്താ നിങ്ങൾ നോക്കിയേ. വാട്ട് ടൈംസ് ഓഫ് പി ആർ ഈസ് എ സി? What times of PR is AC? പറയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്?
പറയാൻ പറ്റില്ലേ? എടാ വാട്ട് ടൈംസ് ഓഫ് പി ആർ, അതായത് ഈ പി ആറിന്റെ എത്ര ടൈംസ് ആണ് നമ്മുടെ എ സി എന്ന് പറഞ്ഞ സൈഡ്? എ സി പി ആറിന്റെ എത്ര ടൈംസ് ആണ് എ സി? നോക്കിയേ നിങ്ങള് എങ്ങനെ എഴുതാം? നമുക്ക് ഫിഗറിലോട്ട് നോക്കിയ എല്ലാരും. നമുക്ക് തന്നിട്ടില്ല പി ആർ എത്രയാ നമുക്ക് തന്നേക്കണേ, അത് എടുത്ത് എഴുതിക്കുക ആദ്യം. പി ആർ ഈസിക്കൽ എത്രയാ തന്നേക്കണേ? 3 ആന്ന് തന്നിട്ടുണ്ടല്ലേ? പി ആർ നമുക്ക് 3 ആന്ന് തന്നിട്ടുണ്ട്. യെസ്, പി ആർ ഈസിക്കൽ 3 ആണ്. അതുപോലെ എ സി എത്രയാ നമുക്ക് തന്നിട്ടുണ്ട്? എ സി നോക്കിയേ, എ സി എത്രയാണ്? എ സി നമുക്ക് തന്നേക്കുന്നത് 6 ആണ് അല്ലെ? ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും എ സി 6 ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? പി ആർ എത്ര ടൈംസ് ആണ് എന്തിന്റെ? എ സിയുടെ. എ സിയുടെ എ സി എന്ന് പറയുന്നത് പി ആറിന്റെ എത്ര ടൈംസ് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എ സി എന്ന് പറയുന്നത് പി ആറിന്റെ എത്ര ടൈംസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എ സി എത്രയാണ് നമുക്കറിയാലോ? 6 അല്ലേ? 6 ഈസ് ഈക്വൽ ടു, അത് പി ആറിന്റെ എത്ര ടൈംസ് ആണോ? നോക്കിയേ, പി ആർ എത്രയാ? 3 അല്ലേ? അപ്പൊ 3ന്റെ എത്ര ടൈംസ്? 6. 3ഓ? 2 ടൈംസ് അല്ലേ? 3ന്റെ 2 ടൈംസ് ആണ് 6. അപ്പൊ എന്താ എഴുതാം? എനിക്ക് 2 into 3 എന്ന് എഴുതാം. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 6 ഈസ് ഈക്വൽ ടു 2 into 3 എന്നാണ് ഞാൻ എഴുതിയെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാൻ മേലെ എ സി ഈസ് ഈക്വൽ ടു 2 ടൈംസ് എന്താ? പി ആർ അല്ലെ? എ സി ഈസ് ഈക്വൽ ടു 2 ടൈംസ് പി ആർ എന്ന് വായിക്കാൻ മേലെ, ഇതിനെ വായിക്കാൻ മേലെ. അപ്പോൾ നിങ്ങൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? വാട്ട് ടൈംസ് പി ആർ ഈസ് എ സി? അപ്പൊ നിങ്ങൾ പറഞ്ഞു എ സി ഈസ് 2 ടൈംസ് പി ആർ എന്ന് നിങ്ങൾ പറഞ്ഞു. ക്ലിക്കായോ? ക്ലിക്കായോ? എ സി ഈസ് 2 ടൈംസ് പി ആർ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എ സി ഈസ് 2 ടൈംസ് പി ആർ. 2 ടൈംസ് പി ആർ. സെറ്റ് അല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം ബി ക്വസ്റ്റ്യൻ. ഫൈൻഡ് പി ക്യു ആൻഡ് ക്യു ആർ. ഫൈൻഡ് പി ക്യു ആൻഡ് ക്യു ആർ. ഈ പി ക്യു കണ്ടുപിടിക്കണം, ക്യു ആറും കണ്ടുപിടിക്കണം. എടാ പറഞ്ഞ പി ക്യു കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പി ക്യു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളും അതുപോലെ പി ക്യു ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിളും എന്താണ്? ഈക്വൽ ആന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ഈക്വൽ ആന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈക്വൽ ആംഗിൾസ് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അല്ലെ? നമ്മളോട് ആദ്യം കാണാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? ക്യു ആർ, പി ക്യു ആണ് കാണാൻ പറഞ്ഞേക്കുന്നത് അല്ലേ? നിങ്ങൾ നോക്കിയേ, എടാ പി ക്യു എന്ന് പറഞ്ഞ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാന്ന് നോക്കിയേ. പി ക്യു എന്ന് പറഞ്ഞ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? പറഞ്ഞടാ. ആംഗിൾ വൈ അല്ലേ? വൈ അല്ലേ? അതുപോലെ ഇവിടെ വൈക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാ? ഇവിടെ വൈക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാ? ഇവിടെ വൈക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് അല്ലാതെ നമ്മുടെ ബി സി അല്ലേ? അപ്പൊ അത് രണ്ടും എങ്ങനെയായിരിക്കും? സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ ആയിരിക്കും. എന്തുകൊണ്ട്? ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ, സിമിലർ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം അതിന്റെ സൈഡ്സ് ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയേ, എനിക്ക് ഇങ്ങനെ എഴുതാൻ മേലെ, എനിക്ക് ഇങ്ങനെ എഴുതാൻ മേലെ നോക്കി നിങ്ങൾ. ബി സി ഈസ് ഈക്വൽ ടു 2 into ഏതാ? ബി സി ഈസ് ഈക്വൽ ടു 2 into പി ക്യു എന്ന് എഴുതാൻ മേലെ. എനിക്ക് നോക്കിയേ നിങ്ങൾ, ബി സി ഈസ് ഈക്വൽ ടു 2 into പി ക്യു എന്ന് എഴുതാൻ മേലെ. കാരണം എന്താ? എടാ എ സി എന്ന് പറയുന്നത് 2 into ഏതാ? പി ആർ ആണ്. എ സി എന്ന് പറയുന്നത് 2 into പി ആർ ആണ് അല്ലെ? വലിയ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ചെറിയ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ ഡബിൾ ആണ്. അപ്പൊ സ്കെയിൽഡ് ഫാക്ടർ നമുക്ക് അവിടെ കിട്ടി. നമ്മുടെ സ്കെയിൽഡ് ഫാക്ടർ ആണ് എന്ത്? 2 അല്ലെ? ഇതാണ് നമ്മുടെ സ്കെയിൽ ഫാക്ടർ എന്ന് പറയുന്നത്. 2 ആണ് നമ്മുടെ സ്കെയിൽ ഫാക്ടർ. അപ്പൊ എല്ലാ സൈഡ്സും ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ്? ആ 2 എന്ന് പറഞ്ഞ സ്കെയിൽ ഫാക്ടറുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബി സി എന്ന് പറഞ്ഞ ഈ വലിയ ട്രയാങ്കിളിലെ ബി സി എന്ന് പറഞ്ഞ സൈഡും എന്താന്ന് പറയാം? ഇവിടെ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ് ആയതാ? പി ക്യു ആണ് അല്ലെ? പി ക്യുവിന്റെ ഡബിൾ ആണെന്ന് പറയാം. 2 into പി ക്യു ആണെന്ന് പറയാം. അങ്ങനെയെങ്കിൽ ബി സി എത്രയാണ് നമുക്കറിയാം? എത്രയാണ് ബി സി? 4. 4 is equal to 2 into പി ക്യു. ഇനി പി ക്യു കാണാൻ എന്ത് ചെയ്താൽ മതി? പി ക്യു കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 2വിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ പോരെ? ഈ 2വിനെ ഇപ്പുറ സൈഡിലോട്ട് കൊണ്ടുവന്നാൽ പോരെ? അപ്പൊ എന്തായി? ഇവിടെ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, അത് ഇങ്ങോട്ട് വന്നപ്പോൾ ഡിവിഷൻ ആവും. സോ നമുക്ക് എന്ത് എഴുതാം? 4/2 is equal to പി ക്യു. അപ്പൊ 4/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ പി ക്യു is equal to എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ശരിയല്ലേ? പി ക്യു 2 എന്ന് കിട്ടില്ലേ? അതുപോലെ പിന്നെ എന്താണ് കണ്ടുപിടിക്കണ്ടേ? ക്യു ആർ കണ്ടുപിടിക്കണം. ഇനി ക്യു ആറിനെ എനിക്ക് എങ്ങനെ എഴുതാം? ക്യു ആറിനെ എനിക്ക് എങ്ങനെ എഴുതാം?
എടാ ഏതിന്റെ ഓപ്പോസിറ്റ് ആംഗിളാ? ഏത് ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആ ക്യു ആർ എന്ന് പറഞ്ഞ സൈഡ് നോക്കിയേ. ഏത് ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആ ക്യു ആർ? ഇസഡ് എന്ന് പറഞ്ഞ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആണല്ലേ ക്യു ആർ. അപ്പോൾ ഇവിടെ ഇസഡ് എന്ന് പറഞ്ഞ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാ? എ ബി ആണ് അല്ലേ? അപ്പൊ എനിക്ക് എന്ത് എഴുതാം? എ ബി ഈസ് ഈക്വൽ ടു 2 into QR എന്ന് എഴുതാൻ മേലെ. എ ബി ഈസ് ഈക്വൽ ടു 2 into QR എന്ന് എഴുതാൻ മേലെ. അപ്പോൾ എ ബി എത്രയാണെന്ന് നമുക്ക് അറിയാലോ. എത്രയാണ് എ ബി? 8 അല്ലേ? 8 ഈസ് ഈക്വൽ ടു 2 into QR. അങ്ങനെയെങ്കിൽ QR കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? QR ഈസ് ഈക്വൽ ടു 8 divided by 2. QR ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. കിട്ടിയോ നിങ്ങൾക്ക്? QR 4 എന്ന് കിട്ടിയോ നോക്കിയാൽ എല്ലാവരും. അപ്പൊ പറഞ്ഞിരിക്കുന്ന രണ്ട് ചോദ്യം നമ്മൾ ചെയ്തു. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്ന എല്ലാ സൈഡ്സും സെയിം സ്കെയിൽ ഫാക്ടർ എടുക്കാൻ കാരണം എന്താണ്? ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും ഈക്വൽ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? എല്ലാ സൈഡ്സും സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ എന്ന് എടുക്കുന്നത്. എഴുതിയെടുത്തോ എല്ലാരും? എഴുതിയെടുത്തോ? ഫാൻ എഴുതി, ഹൃദയ എഴുതി, അഭിനവ് എഴുതിയോടാ? നീ എഴുതി കഴിഞ്ഞാ? അതിനെ എഴുതാത്തെ? എന്നാ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തേ. സ്ക്രീൻഷോട്ട് എടുത്തിപ്പം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് എഴുതി കാണിക്കണം കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തോ? എടുത്തോ? ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, പെരിമീറ്റർ ഓഫ് സിമിലർ ട്രയാങ്കിൾസ്. നോക്കിയേ, സിമിലർ ട്രയാങ്കിൾസിന്റെ പെരിമീറ്റർ എങ്ങനെയായിരിക്കും? എടാ സ്കെയിൽഡ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്കെയിൽഡ് ഫാക്ടറിനെ പോലെ തന്നെ എടുത്താൽ മതി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാണിച്ചുതരാം. നമ്മുടെ കയ്യിൽ ഒരു ചെറിയ ഒരു രണ്ട് ട്രയാങ്കിൾസ് ഉണ്ടെന്ന് വെച്ചോ. ആ രണ്ട് ട്രയാങ്കിൾസിന്റെ പെരിമീറ്റർ എങ്ങനെയായിരിക്കും ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് മറ്റേതിന്റെ സ്കെയിൽ ഫാക്ടറിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, സ്കെയിൽ ഫാക്ടറിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് ഒരു ബന്ധപ്പെട്ട ചോദ്യം കേട്ടോ. ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് പി ക്യു ആർ ആർ ഈക്വൽ. ഈ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളും പി ക്യു ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിൾസിന്റെയും ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ പി. കണ്ടോ, നോക്കിയേ നിങ്ങള് കാണാൻ മേലെ ഒന്ന് നോക്കിക്കടാ. ഞാൻ ഇവിടെ ഇതുണ്ടോ? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ പി എന്ന് പറയുമ്പോൾ ഇതല്ലേ? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ പി ആണ്. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ ആണ്. അതുപോലെ ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ ആണ്. ഓക്കെ, മൂന്ന് ആംഗിൾസും കറസ്പോണ്ടിങ് ആയിട്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് എഴുതിയാൽ. ഇനിയോ ചോദിച്ചേക്കുന്നത് ഇഫ് എ ബി ബൈ പി ക്യു ഈസ് 1/3 then what is AC by PR? എടാ നോക്കിക്കടാ, രണ്ടും സിമിലർ ആണെന്ന് നമുക്കറിയാം അല്ലെ? കാരണം എന്താ? രണ്ടിലും മൂന്ന് ആംഗിൾസും ഈക്വൽ ആണ് അല്ലെ? അപ്പൊ എങ്ങനെയെങ്കിലും അവര് പറയാ എ ബി ബൈ പി ക്യു. എ ബി ബൈ പി ക്യു ഏതാന്ന് നോക്കിക്കടാ. ചെറിയ ട്രയാങ്കിളിന്റെ ഈ സൈഡാണ് എ ബി, ബൈ വലിയ ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് സൈഡാണ് പി ക്യു. അപ്പൊ എ ബി ബൈ പി ക്യു എന്ന് പറയുന്നത് 1/3 ആണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? എ സി ബൈ പി ആർ എത്രയാന്ന്? എ സി ഏതാടാ? ഈ സൈഡല്ലേ എ സി അല്ലെ? എ സി ബൈ പി ആർ ഏതാടാ? ഈ സൈഡല്ലേ? എ സി ബൈ പി ആർ എന്തായിരിക്കൂടാ? ആരും അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞടാ. ആരും അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. എടാ ഇത് എന്ത് ട്രയാങ്കിളാ? രണ്ട് ട്രയാങ്കിൾസ് എന്താ ഈക്വൽ ആണെന്ന് പറഞ്ഞില്ലേ? ഈക്വൽ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ എങ്ങനെയായിരിക്കും? എപ്പോഴും സെയിം ആയിരിക്കില്ലേ? സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ ആയിരിക്കില്ലേ? അതായത് എ ബി ബൈ പി ക്യു ചെയ്താൽ 1/3 ആണെങ്കിൽ എ സി ബൈ പി ആർ ചെയ്താൽ എന്ത് തന്നെ കിട്ടുള്ളൂ? അതും 1/3 തന്നെയാ. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാടാ? ഓരോ സൈഡ്സും നമ്മൾ എഴുതാം. എ ബി ബൈ പി ക്യു ഈസ് ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ ഈസ് ഈക്വൽ ടു എ സി ബൈ പി ആർ എന്ന് എനിക്ക് എഴുതാൻ മേലടാ. ഇന്ന് നോക്കിയേ നിങ്ങളാ, ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണ്, എനിക്ക് ഇങ്ങനെ എഴുതാൻ മേലെ എ ബി ബൈ പി ക്യു ഈസ് ഈക്വൽ ടു പിന്നെ ഏതാ ഈ താഴത്തെ സൈഡ് നോക്കിയാൽ അടിയിലത്തെ ബി സി, ബി സി ബൈ ഏതാ ക്യു ആർ ഈസ് ഈക്വൽ ടു പിന്നെ ഏതാ ഉള്ള സൈഡിലത്തെ എ സി ബൈ പി ആർ. കാരണം എന്താ? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, അതുകൊണ്ട് തന്നെ സൈഡ്സിന്റെ റേഷ്യോ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. റേഷ്യോ ഒരുപോലെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് അറിഞ്ഞിരിക്കണം നിങ്ങള്. ഇതറിയാമെങ്കിൽ ഇപ്പം ഈ ഉത്തരം പറയാൻ പാടുണ്ടോ? കാരണം എന്താ? എ ബി ബൈ പി ക്യു 1/3 എന്ന് പറഞ്ഞു നമ്മളോട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചേ അടുത്ത സൈഡിന്റെ അടുത്ത കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ എന്താണ്? എ സി ബൈ പി ആറിന്റെ. അപ്പോ ഒന്നും ആലോചിക്കാനില്ല, പറഞ്ഞോളെ എന്ത് തന്നെയാണ്? 1/3 തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഈ കാര്യം അറിയാം, രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണ്, അതിന്റെ സൈഡ്സിന്റെ എല്ലാ റേഷ്യോ ഈക്വൽ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, കിട്ടിയോ? കിട്ടി? യെസ്.
അപ്പൊ ഇത് ഉത്തരം എത്രയായിരിക്കും? വാട്ട് ഈസ് AC by PR? AC by PR എത്രയായിരിക്കും? AC by PR is equal to എത്രയായിരിക്കും? അതും 1/3 തന്നെയാണ്. അതും 1/3 തന്നെയാണ് കേട്ടാ. എന്തുകൊണ്ടാ വന്നതെന്ന് മനസ്സിലാക്കണം കേട്ടോ. പിന്നീട് എഴുതി കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ. തൽക്കാലം എന്തായാലും ഇപ്പൊ എഴുതിയെടുത്തോ, റഫിലാണല്ലോ എഴുതിയെടുത്തോ. ഇനി അടുത്ത് നോക്കിയേ, ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC is 10. എടാ ഇവിടെ നോക്കണം കേട്ടോ. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC is 10 ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ PQR? ഈ ചെറിയ ട്രയാങ്കിൾ ABCയുടെ പെരിമീറ്റർ നമ്മളോട് തന്നിട്ടുണ്ട് 10 ആണ്. അങ്ങനെയാണെങ്കിൽ വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാണെന്ന ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ പറഞ്ഞു സ്കെയിൽഡ് ഫാക്ടറിനോട് ഈക്വൽ ആയിരിക്കുന്നു, സ്കെയിൽഡ് ഫാക്ടർ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. എങ്ങനെ? നമുക്ക് തന്നിട്ടുണ്ട്, ഇവിടെ നോക്കിയാൽ നിങ്ങള് സൈഡ്സിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. AB by PQ is equal to എന്താ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? 1/3 എന്ന് പറഞ്ഞിട്ടുണ്ട് ആണല്ലോ. AB by PQ എന്ന് പറയുന്നത് എന്താണ്? 1/3. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞേ ഇതൊന്ന് ക്രോസ് ചെയ്തടാ, ഇതൊന്ന് ക്രോസ് ചെയ്ത് പറഞ്ഞേ. ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 3 into AB is equal to എന്ത് വരും? PQ എന്ന് വരും. ശരിയല്ലേ? 3 into AB is equal to എന്തെന്ന് വരും? PQ എന്ന് വരും. അതിന് ഡൗട്ട് ഇല്ല. ഇത് ക്രോസ് ചെയ്താ ഞാൻ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തു. ഓക്കെ എടാ, 3 into AB is equal to PQ എന്ന് ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താ? നമുക്കിപ്പോ സ്കെയിൽ ഫാക്ടർ ആണ് കിട്ടിയത് അല്ലെ. സ്കെയിൽ ഫാക്ടർ എത്രയാണെന്ന് കിട്ടി? 3 ആണെന്ന് കിട്ടി അല്ലെ. ഈ വലിയ ട്രയാങ്കിളിലെ PQ എന്ന് പറഞ്ഞ സൈഡ്, വലിയ ട്രയാങ്കിളിലെ PQ എന്ന് പറഞ്ഞ സൈഡ് ചെറിയ ട്രയാങ്കിളിന്റെ AB എന്ന് പറഞ്ഞ സൈഡിന്റെ 3 ഇരട്ടിയാണ് അല്ലെ. അല്ലെങ്കിൽ PQ എന്ന് പറയുന്നത് ABയുടെ 3 ടൈംസ് ആണ്. അങ്ങനെയാണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കണേ. ഓക്കെ, അങ്ങനെയെങ്കിൽ അതിന്റെ പെരിമീറ്ററിന്റെയും സ്കെയിൽ ഫാക്ടർ സെയിം ആയിരിക്കും കേട്ടോ. നിങ്ങൾ നോക്കിയേ, എനിക്ക് ഇങ്ങനെ എഴുതാം, നിങ്ങൾ നോക്കിക്കോട്ടോ. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC, എടാ P of ABC എന്ന് ഉദ്ദേശിക്കുന്ന പെരിമീറ്റർ എന്നാട്ടോ. അങ്ങനെ എഴുതിയ കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? പെരിമീറ്റർ ഇങ്ങനെ എഴുതിക്കോ, അല്ലെങ്കിൽ മനസ്സിലായില്ല. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC. ഓക്കെ, പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC ഡിവൈഡഡ് ബൈ എന്താ? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ PQR. ഇനി അങ്ങനെ എഴുതണ്ട, നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. എടാ AB എന്ന് പറയുന്നത്, AB എന്ന് പറയുന്നത് ഏതിന്റെ സൈഡാ? നമ്മുടെ ട്രയാങ്കിൾ ABCയുടെ ഒരു സൈഡ് അല്ലേ AB. 3 into AB is equal to PQ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം 3 into പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC is equal to എന്താണ്? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ PQR എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, കിട്ടിയോ? എന്താണ്? 3 into AB ആണ് അല്ലെ. ABC ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ 3 ടൈംസ് ആണ് എന്ത്? PQR എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഒരു സൈഡായ PQ. അങ്ങനെയെങ്കിൽ പെരിമീറ്ററും അങ്ങനെ തന്നെ ആയിരിക്കും. പെരിമീറ്റർ, ഈ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABCയുടെ 3 ടൈംസ് തന്നെ ആയിരിക്കും പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ PQR. അത്രയും ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പൊ സൈഡ്സിന്റെ സ്കെയിൽ ഫാക്ടർ എന്താണോ അതേ രീതിയിൽ തന്നെ പെരിമീറ്റർ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി കേട്ടാ. അപ്പൊ ഒന്ന് പറഞ്ഞേ, നമുക്ക് എന്താ തന്നേക്കണേ? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC തന്നിട്ടുണ്ട്. എത്രയാണാ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC? എത്ര തന്നേക്കണേ? 10 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? 3 into പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABCക്ക് വരാൻ 10 കൊടുക്കുക. ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ PQR. ഓക്കെ, അപ്പൊ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ PQR നമുക്ക് കണ്ടുപിടിക്കണ്ടേ? എത്രയെന്ന് കിട്ടി? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ PQR എത്രയെന്ന് കിട്ടി? 30 എന്ന് കിട്ടി. അപ്പൊ താഴെ ഒന്ന് എടുത്ത് എഴുതിക്കുക, എടുത്ത് വെച്ചോ കേട്ടോ. താഴെ ഒന്നും കൂടെ ഒന്ന് എടുത്ത് എഴുതിക്കോ നിങ്ങള്. ഞാൻ ഇവിടെ എഴുതണ്ട, അടിയിൽ എഴുതിയ നിങ്ങൾ കാണില്ല, അതുകൊണ്ടാ ഇവിടെ എഴുതരാം. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ, ഏതിന്റെ പെരിമീറ്റർ കണ്ടത്? PQRന്റെ. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ PQR ഈസ് ഈക്വൽ ടു എന്താ നമുക്ക് കിട്ടി? ഈക്വൽ ടു 30 എന്ന് കിട്ടി. 30 സെന്റിമീറ്റർ. ഓക്കെ, പെരിമീറ്റർ നമുക്ക് 30 എന്ന് കിട്ടി അല്ലേ. അപ്പൊ എന്നെ മനസ്സിലായോ? മനസ്സിലായി? നേരത്തെ പഠിച്ചൊക്കെ ഓർമ്മ ഉണ്ടോ? എന്നാ ഇപ്പൊ പെരിമീറ്റർ ഞാൻ പറഞ്ഞു സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ. ഇപ്പൊ 3 ആണ് സ്കെയിൽ ഫാക്ടർ എങ്കിൽ 3 into ഒന്നിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ മറ്റേതിന്റെ പെരിമീറ്റർ into 3 ആണ്. ഓക്കെ, സമ്മതിച്ചു. ഇനി ഏരിയ ആണെങ്കിലോ? ഏരിയ ആണെങ്കിൽ എന്താവും?
ആ സ്കെയിൽ ഫാക്ടറിന്റെ സ്ക്വയർ ആവുന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ 3 into പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്നല്ല എടുത്തേ. ഇവിടെ രണ്ടിടത്തും ഏരിയ ആണെങ്കിലോ, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സിയും ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ 3യുടെ സ്ക്വയറും കൂടി എടുക്കും. സ്കെയിൽ ഫാക്ടർ എന്താണോ അതിന്റെ സ്ക്വയർ എടുക്കും, അത്രേ വ്യത്യാസമുള്ളൂ. അതായത് എന്ത് വരും, 3 സ്ക്വയർ into ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് ഈക്വൽ ടു എന്താവും, ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ എന്നാവും. അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ. നോക്കിക്കോ, അടുത്ത ചോദ്യം നോക്കി. ഇത് എഴുതി കഴിഞ്ഞില്ലേ, എഴുതി കഴിഞ്ഞില്ലേ, ഇത് എഴുതി കഴിഞ്ഞോ? അങ്ങനെ അടുത്ത ചോദ്യം നോക്കാം. ഏരിയ ഓഫ് സിമിലർ ട്രയാങ്കിൾസ് എങ്ങനെയായിരിക്കും, ഇവിടെ നോക്കിക്കോ കേട്ടോ. ദ സ്കെയിൽ ഫാക്ടർ ഓഫ് ഏരിയാസ് ഈസ് ദ സ്ക്വയർ ഓഫ് ദ സ്കെയിൽ ഫാക്ടർ ഓഫ് ദ സൈഡ്സ്. ഓക്കെ, സൈഡ്സിന്റെ സ്കെയിൽ ഫാക്ടറിന്റെ സ്ക്വയർ ആയിരിക്കും എന്താ, ഏരിയയുടെ സ്കെയിൽ ഫാക്ടർ. ഓക്കെ, മറ്റേടത്ത് എന്തായിരുന്നു, സൈഡ്സിന്റെ സ്കെയിൽ ഫാക്ടറും പെരിമീറ്ററിന്റെ സ്കെയിൽ ഫാക്ടറും സെയിം ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താണ് വ്യത്യാസം, ഏരിയ ആണെങ്കിൽ സ്കെയിൽ ഫാക്ടറിന്റെ സ്ക്വയർ എടുക്കണം, അത്രേ ഉള്ളൂ. ഒരു ചോദ്യം നോക്കാം, പെട്ടെന്ന് ചെയ്തടാ ഈ ചോദ്യം, പെട്ടെന്ന് ചെയ്തേ. എന്താണ്, in the figure triangle ABC and triangle PQR are similar. AB is equal to 10 cm, PQ is equal to 20 cm and angle B is equal to angle Q. നോക്കിക്കോ, ABC യും PQR സിമിലർ ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ABC യും PQR സിമിലർ ആണ്. AB എത്രയാണ്, 10 ആണ്. അതുപോലെ PQ എത്രയാണ്, 20 ആണ്. ആംഗിൾ B is equal to angle Q ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് നമുക്ക് കാണേണ്ടത്, if AD is equal to 8 cm find PS. If AD is equal to 8 cm find PS എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നോക്കിക്കടാ, AD എന്ന് പറയുന്നത് എന്താണ്, ഇതല്ലേ AD, ചെറിയ ട്രയാങ്കിളിന്റെ ഹൈറ്റ് അല്ലേ AD, അത് 8 ആണെങ്കിൽ ഇവിടെ PS എത്രയായിരിക്കും, എത്രയായിരിക്കും PS, അതെങ്ങനെ കാണാം, ഇവിടെ നോക്കിക്കടാ. AB 10 ആയപ്പോൾ PQ എത്രയാണ്, 20 ആണ് അല്ലേ. AB 10 ആയപ്പോൾ PQ എത്രയാണ്, 20 ആണ്. അതായത് സ്കെയിൽ ഫാക്ടർ നമുക്ക് വേണേ കണ്ടുപിടിക്കാം. എത്രയാണ് സ്കെയിൽ ഫാക്ടർ, എത്രയാണ് എങ്ങനെ കണ്ടുപിടിക്കാം, ആലോചിക്കേ. എടാ നമുക്കറിയാം, എന്തോ 2 അല്ലേ കിട്ടിയതാ, യെസ് മിടുക്കൻ. അപ്പൊ നമുക്ക് എന്താ ഗിവൺ ദാറ്റ് എന്താ നമുക്ക് ഗിവൺ തന്നേക്കണത്, AD 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. AD ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ. AD എന്ന് പറയുന്നത് 8 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാം, PS ഈസ് ഈക്വൽ ടു, PS എന്ന് പറയുന്നത് എന്തായിരിക്കും, 2 into AD ആയിരിക്കും. 2 into AD. സ്കെയിൽ ഫാക്ടർ 2 അല്ലേടാ, കാരണം എന്താണ്, നമുക്കറിയാം സ്കെയിൽ ഫാക്ടർ ഈസ് 2 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സ്കെയിൽ ഫാക്ടർ 2 ആണ് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്, ആ സൈഡിൽ എഴുതി നോക്കണം. നമുക്ക് വേണം എഴുതാം PQ is equal to 2 times of AB എന്ന് നമുക്ക് എഴുതാം. എങ്ങനെയാ, PQ is equal to 2 into AB എത്രയാണ്, 10 ആണ്, ശരിയല്ലേ. ഇങ്ങനെയാണ് നമ്മൾ സ്കെയിൽ ഫാക്ടർ കണ്ടുപിടിച്ചത് കേട്ടോ. ഒരു സൈഡുകൾ നമുക്ക് തന്നിട്ടുണ്ട്, രണ്ട് ട്രയാങ്കിളിന്റെയും ഒരു കറസ്പോണ്ടിങ് സൈഡ്സ് നമുക്ക് അറിയാം. അത് വെച്ച് നമ്മൾ സ്കെയിൽ ഫാക്ടർ 2 ആണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ അടുത്തത് അപ്പം ഈ സൈഡുകൾ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ എന്തായാലും 2 into AD എത്രയാടാ, AD 8 ആണ്. സോ എത്ര വരും, 16 എന്ന് കിട്ടും. PS അങ്ങനെ നമുക്ക് 16 എന്ന് കിട്ടി. PS is equal to 2 into 8, നമുക്ക് 16 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞു. PS നമ്മൾ 16 എന്ന് കണ്ടുപിടിച്ചു. ഇനി എന്താണ് ഏരിയ, എന്താ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC 48 സ്ക്വയർ സെന്റിമീറ്റർ ആണെങ്കിൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR. ആരാ പറയണേ എടാ, ABC ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 48. അങ്ങനെയെങ്കിൽ PQRന്റെ ഏരിയ എന്തായിരിക്കും, PQRന്റെ സ്കെയിൽഡ് ഫാക്ടർ എത്രയാ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, അതിന്റെ സ്ക്വയർ എടുത്താൽ മതി അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈസ് ഈക്വൽ ടു, ABC അല്ല കണ്ടുപിടിക്കേണ്ടതാ, ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR അല്ല കണ്ടുപിടിക്കണ്ടേ. നോക്കിയേ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR. അപ്പൊ എനിക്ക് എന്ത് എഴുതാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR ഈസ് ഈക്വൽ ടു, എന്ത് ചെയ്യണം, സ്കെയിൽ ഫാക്ടറിന്റെ സ്ക്വയർ എടുക്കണം. സ്കെയിൽ ഫാക്ടർ എത്രയാണ്, 2 അല്ലേ. അപ്പോൾ 2 സ്ക്വയർ അല്ലേ, 2 സ്ക്വയർ ഇൻറ്റു ഏത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ഇത്രയല്ലേ ഉള്ളൂ. സ്കെയിൽ ഫാക്ടർ എന്തെങ്കിലും പാടുണ്ടോ, രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും, ഒന്ന് മറ്റൊന്നിന്റെ സ്കെയിൽ ഫാക്ടറിന്റെ സ്ക്വയർ ആയിരിക്കും.
ട്രയാങ്കിൾ എ ബി സി നിങ്ങൾക്ക് അറിയാലോ. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം 4 ആണ്. 4 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എത്രയാണ് നമുക്ക് തന്നേക്കണേ? എത്രയാണ് തന്നേക്കണേ നോക്കിയേ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു 48 ആണ് നമുക്ക് അറിയാം. അപ്പൊ കൊടുത്തേടാ 4 ഇൻറ്റു 48 എത്ര വരും? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേടാ ആരായാലും. എത്രയാണ്? 192 എന്ന് കിട്ടും. എടുക്കാൻ യെസ് 192 സ്ക്വയർ സെന്റിമീറ്റർ നമുക്ക് കിട്ടും. 192 സ്ക്വയർ സെന്റിമീറ്റർ. അങ്ങനെ നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, പെരിമീറ്റർ ആണെങ്കിൽ സ്കെയിൽ ഫാക്ടർ തന്നെ പ്രൊഡക്റ്റ് ആയിരിക്കും, സ്കെയിൽ ഫാക്ടർ സെയിം ആയിരിക്കും. ഇനി ഏരിയ ആണെങ്കിൽ സ്കെയിൽ ഫാക്ടറിന്റെ സ്ക്വയർ എടുത്ത് വേണം രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാൻ. ഓക്കെ, അതോട് എന്തോ പെട്ടെന്ന് എഴുതാ. പടം റഫായിട്ട് ചുമ്മാ ഒന്ന് വരച്ചു വെച്ചാ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു വെച്ചാൽ മതി. സ്കെയിൽ എടുക്കാൻ പോലും പോകണ്ട, ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ചു വെച്ചാൽ മതി മനസ്സിലാൻ വേണ്ടിട്ട്. പടം വരക്കണമെന്ന് വെച്ചാൽ പടം വരച്ചാലേ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പടം ഇല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാവണേ? ഓക്കെ ഓക്കെ. അടുത്ത നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ കൺസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടല്ലേ. സ്ക്വയറിന്റെ ഒക്കെ ഇന്ന ഏരിയ ഉള്ള സ്ക്വയർ വരയ്ക്കാനൊക്കെ പറയും അല്ലെ. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 13 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ, അങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ. അപ്പൊ ആ കൺസ്ട്രക്ഷൻ നിങ്ങളിപ്പോ ചെയ്യുന്നില്ല, നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല. ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തി അങ്ങ് പോവാ. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടാൽ മതി കേട്ടാ. ഒന്ന് നോക്കിക്കടാ, ഇത് നോക്കി ഈ ചോദ്യം ഓർക്കുന്നുണ്ടോ? ഡ്രോ എ ക്വാഡ്രിലാറ്ററൽ വിത്ത് ആംഗിൾസ് the same as those of this one and side scaled by 1 1/2. എടാ സൈഡ് സ്കെയിൽഡ് ബൈ 1 1/2 എന്ന് പറഞ്ഞാൽ സ്കെയിൽഡ് ഫാക്ടർ നമുക്ക് കിട്ടി. എത്രയാടാ സ്കെയിൽ ഫാക്ടർ? 1 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/3. യെസ്, 2 × 1 2 ആണ്, 2 + 1 3 ആണ്. അപ്പൊ എത്ര വരും? 3/2 എന്ന് വരും. ശരിയല്ലേ? സ്കെയിൽ ഫാക്ടർ നമുക്ക് 3/2 എന്ന് കിട്ടും. എടാ അങ്ങനെയാണ് ഓരോ സൈഡുകളും ഇനി മാറണം അല്ലെ. ഞാൻ ഈ സൈഡിന് ഇതിന് എ ബി എന്ന് ഞാൻ പേര് കൊടുത്തു. ഓക്കെ, ഇതിന് എ ബി എന്ന് ഞാൻ പേര് കൊടുത്തു. ഇത് സി എന്ന് പറഞ്ഞൊരു പോയിന്റ് ആയിട്ട് ഞാൻ കൊടുത്തു. ഇത് ഡി ഞാൻ കൊടുത്തു. ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങൾ പേര് കൊടുക്കണം കേട്ടാ. കാരണം നമുക്ക് ഓരോ സൈഡുകളും ഇനി കണ്ടുപിടിക്കണം. എന്താ കാരണം? ഇതുപോലെയാണ് ഇനി വരയ്ക്കണ്ടേ? അല്ല, ഇതേ ആംഗിൾസ് തന്നെ വരണം എങ്കിൽ ഇതേ ആംഗിൾസ് തന്നെ വരുന്ന വേറൊരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കണം അല്ലെ. അങ്ങനെ നമ്മളോട് പറയണേ. സൈഡ്സിന്റെ സ്കെയിൽ ഫാക്ടർ എത്രയാണ്? 1 1/2 ആണ്. അതായത് നമ്മൾ എടുത്തു 3/2 നമ്മൾ എടുത്തു. ഇനി ഓരോ സൈഡുകളും നമ്മൾ മാറ്റാൻ പോവാ. ഏതാ? ആദ്യം എ ബി എന്ന് പറഞ്ഞ സൈഡ്. എ ബി എന്ന് പറഞ്ഞ സൈഡ് സെയിം ആയിരിക്കുമോ? 6 തന്നെ ആയിരിക്കുമോ? അല്ല, അടുത്ത അതിന്റെ സ്കെയിൽ ഫാക്ടർ ആയ 3/2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം 6നെ. അപ്പൊ പുതിയൊരു സൈഡ് നമുക്ക് കിട്ടും. അങ്ങനെ അപ്പൊ എന്ത് വരും? എ ബി എങ്ങനെ മാറും നോക്കാം. എ ബി എങ്ങനെ മാറണടാ? എ ബി നിലവിൽ എത്രയാ? 6 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പോൾ 6 × 3/2 എത്ര വരും? 2 6 കട്ട് ചെയ്താൽ 3 വരും അല്ലെ. അപ്പോൾ 3 × 3 9 എന്ന് വരും. അപ്പോൾ പുതിയ നമ്മൾ വരയ്ക്കാൻ പോണ ക്വാഡ്രിലാറ്ററലിന്റെ എ ബി എന്ന് പറഞ്ഞ സൈഡ് എത്രയാണ്? 9 ആണ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ഏതാ കണ്ടുപിടിക്കണ്ടേ? എ സി കണ്ടുപിടിക്കണ്ടടാ. എ സി. അതുപോലെ ബി സി കണ്ടുപിടിക്കണ്ട. ബി സി. ആദ്യം നമുക്ക് ബി സി കണ്ടുപിടിക്കാം. ബി സി നോക്കിയേ. ബി സി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ 3 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അടുത്ത സൈഡ് എങ്ങനെയാന്ന് കണ്ടുപിടിക്കാം? നമ്മുടെ സ്കെയിൽ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സ്കെയിൽ ഫാക്ടർ എത്രയാണ്? അപ്പോൾ 3 × 3/2. 3 × 3/2 എത്രയാണ്? 3 × 3 9/2 എന്ന് പറയുമ്പോൾ 9ന്റെ പകുതി എന്ന് പറയുമ്പോൾ 4.5 വരും. ഓക്കെ, നമുക്ക് ബി സി അടുത്ത് എടുക്കാനുള്ളത് 4.5 ആണ്. ഇനി അടുത്ത് എ സി എത്രയാണ് എടുക്കേണ്ടത്? എങ്ങനെയാണ് എ സി? നിലവിൽ എ സി 5 ആണ്. അതിനെ × 3/2 ചെയ്താൽ പോരെ. അപ്പോൾ പിടിച്ചേ 5 × 3/2 എത്രയാടാ? 15/2 എന്ന് പറയും. ദാറ്റ് മീൻസ് 15ന്റെ പകുതി എത്രയാണ്? 7.5 ആണ് അല്ലേ. 15ന്റെ പകുതി 7.5 ആണ്. അടുത്ത സൈഡ് പറയടാ. അടുത്ത സൈഡ് ഏതാണ്? നമുക്ക് അടുത്തത് എ ഡി വേണം അല്ലെ. എ ഡി വേണം. എ ഡി ഈക്വൽ ടു എന്തായിരിക്കും? എ ഡി ഇപ്പൊ നിലവിൽ എ ഡി 4 ആണ്. അപ്പോൾ 4 × 3/2 ചെയ്യണം. 2 × 3 6 വരും. അങ്ങനെ എ ഡി നമുക്ക് 6 എന്ന് കിട്ടി. ഇനി അടുത്തത് ഡി സി കണ്ടുപിടിക്കണം അല്ലെ. ഡി സി കൂടെ കണ്ടുപിടിച്ച സെറ്റ് തീർന്നു. ഡി സി എന്താണ്? ഡി സി ഈക്വൽ ടു നിലവിൽ ഡി സി 2 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 2 × 3/2. അങ്ങനെ നമുക്ക് എത്ര കിട്ടി? 3 എന്ന് തന്നെ കിട്ടി. സെറ്റ് അല്ലേ? എല്ലാ സൈഡുകളായി. ഇനി ജസ്റ്റ് അങ്ങ് വരച്ചാൽ മാത്രം മതി. എന്ത് ചെയ്യണം?
ഇപ്പൊ നിങ്ങൾ വരയ്ക്കാൻ നോക്കണ്ട, ജസ്റ്റ് ആനിമേഷൻ കാണുക കേട്ടാ. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഫിഗർ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ നോക്കിയോ നിങ്ങള്. ഓരോ സൈഡുകൾ നമ്മൾ മാറ്റി. AB 9 ആക്കി, BC എന്ന് പറയുന്നത് 4.5 ആക്കി, AC എന്ന് പറയുന്നത് 7.5 ആക്കി, ADയും DCയും 6ഉം 3ഉം ആക്കി. ഇനി നിങ്ങൾ ആനിമേഷൻ ഒന്ന് കണ്ടടാ, ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാ മതി. നോക്കിക്കോ. ഒന്ന് കണ്ടടാ. കണ്ടോ, AB 9 സെന്റിമീറ്റർ വരച്ചു സ്കെയിലില്. എന്നിട്ട് എന്ത് ചെയ്തു? അടുത്തത് നമുക്ക് വരയ്ക്കേണ്ട 7.5 സെന്റിമീറ്റർ AC 7.5 അല്ലേ? അപ്പോൾ 7.5 ഒരു ആർക്ക് വരച്ചു. അടുത്ത് നമുക്ക് എത്രയാണ് വരയ്ക്കേണ്ടത്? BC 4.5 ആണ് അല്ലെ? അപ്പോൾ 4.5 സ്കെയിൽ കോമ്പസിൽ എടുത്ത് ഒരു ആർക്ക് അങ്ങ് വരച്ചു. എന്നിട്ട് അത് ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടിയത് കണ്ടോ നിങ്ങൾ? കണ്ടോ, ഒരു ട്രയാങ്കിൾ കിട്ടി. ഇനി അടുത്തത് ഏതാണ്? അടുത്ത് നമുക്ക് വേണ്ട ഒരു 6 സെന്റിമീറ്ററിന്റെ സൈഡാണ്. 6 സെന്റിമീറ്ററിന്റെ ഒരു സൈഡ് വേണ്ട AD. അപ്പോൾ അതിന് അവിടെ കുത്തി ഞാൻ ഒരു ആർക്ക് കൂടെ വരച്ചു. ഇനി അടുത്തത് നമുക്ക് DC എത്ര വേണം? 3 സെന്റിമീറ്റർ വേണം. അത് ഞാൻ സിയിൽ കുത്തി അവിടെ ഒരു ആർക്ക് വരച്ചു. എന്നിട്ട് അതും കൂടെ ജോയിൻ ചെയ്തപ്പോൾ എന്തായിടാ? നമ്മളിപ്പോ പുതിയൊരു ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്തു അല്ലെ? പുതിയൊരു ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്തു. ആംഗിൾസ് മാറുമോ? ഇല്ല, ആംഗിൾസ് സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, സൈഡ്സ് മാറി, പക്ഷെ സൈഡ്സ് ചുമ്മാ മാറുവാണ് ചെയ്തേ. സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ. ഒരേ ഫാക്ടർ കൊണ്ടാണ് നമ്മൾ, ഒരേ മൾട്ടിപ്പിളും കൊണ്ടാണ് നമ്മൾ ചെയ്തത്, മൾട്ടിപ്ലൈ ചെയ്തത് അല്ലേ? 3/2 കൊണ്ടല്ലേ എല്ലാ സൈഡിനെയും മൾട്ടിപ്ലൈ ചെയ്ത് നമ്മള് അല്ലേ? അപ്പോൾ ആംഗിൾസ് മാറില്ല. അതാണ് ഈ രണ്ട് ക്വാഡ്രിലാറ്ററലും എല്ലാ ആംഗിൾസും സെയിം ആയിരിക്കും കേട്ടോ. എല്ലാ ആംഗിൾസും സെയിം ആയിരിക്കും. നമ്മൾ സൈഡ്സ് ഓരോന്ന് പുതിയത് കണ്ടുപിടിച്ചു. എന്നിട്ട് അതനുസരിച്ച് പുതിയ ക്വാഡ്രിലാറ്ററൽ വരച്ചു. ഓക്കെ, സെറ്റ് അല്ലേ? വരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം നിങ്ങൾ എടുക്കും, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ന്യൂ നമ്പേഴ്സിൽ 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ന്യൂ നമ്പേഴ്സ് ഒന്ന് ചാപ്റ്ററിന്റെ പേര് കൊടുത്തരാ. ന്യൂ നമ്പേഴ്സ്. നോക്കിക്കടാ. ന്യൂ നമ്പേഴ്സിൽ എന്തൊക്കെയാ പറയണേ? നിങ്ങൾക്ക് അറിയാം, √2ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാനുള്ള 1.414 ആണ്. √2ന്റെ വാല്യൂ ഒന്ന് ഓർത്തിരിക്കണടാ. എന്താണ്? √2ന്റെ വാല്യൂ എന്താണ്? 1.414 ആണ്. അതുപോലെ √3യുടെ വാല്യൂ എന്താണ്? അപ്പം √3 ഇതും നിങ്ങളൊന്ന് കാണാണ്ട് പഠിച്ചിരിക്കേണ്ട വാല്യൂ ആണ്. ഓക്കെ, ഒന്ന് കാണാണ്ട് മനസ്സിൽ വെക്കണം. എന്താണ്? 1.732 ആണ്. √3യുടെ വാല്യൂ 1.732. അപ്പൊ √2ന്റെ വാല്യൂ എന്താണ് മക്കളെ? 1.414 ആൻഡ് √3യുടെ വാല്യൂ എന്താണ്? 1.732. ഓക്കെ, ഇനി ഇതൊന്ന് സോൾവ് ചെയ്യാൻ പറഞ്ഞേ. നിങ്ങൾക്ക് അറിയാം. ആദ്യം ആരാ പറഞ്ഞ? അഫാനാണോ അഭിനവാണോ ആദ്യം പറയണേ? ആരാന്ന് വെച്ചാ പറ. ആദ്യത്തെ ഉത്തരം യെസ്. 3√2 + 5√2 എത്രയാടാ? 8√2 ആണ് അല്ലെ? 5 + 3 8 ആണ്. 8√2. അടുത്താരാ? ഒരു മിനിറ്റ്, അടുത്താരാ പറയണേ? അപ്പൊ മൂന്നാമത്തെ പറ. ഒരു കാര്യം ചെയ്യ, അൻസില്ല പറഞ്ഞ പോലെ അടുത്തതിന് ഉത്തരം പറഞ്ഞേ. √2 + √2 എന്താണ് മോളെ? അൻസില്ല മോളെ പറഞ്ഞേ. √2 + √2 മറന്നുപോയോ മോളെ? ഇവിടെ 2 റൂട്ട് ഉണ്ടെന്ന് നമുക്ക് പറയാം അല്ലെ? √2 + √2 ചെയ്ത് നമുക്ക് എന്ത് പറയാം? 2 റൂട്ട് ഉണ്ടെന്ന് പറയാൻ വരെ. അപ്പൊ എന്ത് ചെയ്താൽ മതി? 2√2 ഇത്രേ ഉള്ളൂ അല്ലേ? √2 + √2 എന്താ? 2 റൂട്ട് ഉണ്ട്. അപ്പൊ 2√2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 10√3 - √3 ആരാ പറയണേ? പറഞ്ഞേടാ. എന്താണ് 10√3 - √3? 10√3യിൽ നിന്നും ഒരു √3 പോയാൽ എത്രയുണ്ടാ മിച്ചം? എത്രയുണ്ട്? ഹൃദയ് പറഞ്ഞോടാ. 10√3യിൽ നിന്നും ഒരു √3 അങ്ങ് മാറ്റിയാൽ എത്ര √3 ഉണ്ട് അവിടെ? ഹൃദയ് പറഞ്ഞോ. പൂജ്യോ? 10√3 ഉണ്ട്. 10√3 നേരത്തെ വെച്ചോക്ക. അതിന്ന് ഒരു √3 അങ്ങ് മൈനസ് ചെയ്താ പിന്നെ എന്തുണ്ടാ? അല്ല, ഹൃദയം എന്ന് പറയാൻ നോക്കട്ടെ. എടാ 10√3 അവിടെ ഉണ്ട്. നീ 10√3 ഇങ്ങനെ അടുക്കി വെച്ചേക്ക. 10 നോക്കണ്ട, √3കളെ ഇങ്ങനെ അടുക്കി വെച്ചേക്കണേ. അവിടെ 10 √3കളെ നീ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് √3 മൈനസ് ചെയ്താൽ അവിടെ എത്ര ഉണ്ട്? അവിടെ √3 ബാക്കി മിച്ചം. എടാ 10 √3കളെ നീ ഇങ്ങനെ വെച്ചേക്കോ. അതിലത്ത്
അതിൽ നിന്ന് ഒരു √3 അങ്ങ് മൈനസ് ചെയ്താൽ പിന്നെ അവിടെ എത്ര എണ്ണം ഉണ്ടാ? 9√3. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. 9√3. ഇത് പറയാനാണ് ഇത്ര പാട്. ഇനിക സോറി, ഹൃദയ പറഞ്ഞു ഉത്തരം. ഓക്കെ, ഇനിക ഏത് ഉത്തരം പറയാൻ വന്നേ? അതൊന്ന് കേക്കട്ടെ. ഇത് തന്നെയാണോ പറയാൻ വന്നേ? ഓക്കെ ഓക്കെ. ഇതെന്റെ ക്യാമറ ഓഫ് ചെയ്തിരിക്കണേ. ഒന്ന് ഒരു പൈതഗോറസ് തിയറം നോക്കുന്നുണ്ടല്ലോ എല്ലാരും. പൈതഗോറസ് തിയറം എന്തായിരുന്നടാ? പൈതഗോറസ് തിയറം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇത് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? ഇത് നമ്മൾ റൈറ്റ് ട്രയാങ്കിളിലാണ് അല്ലെ? റൈറ്റ് ട്രയാങ്കിളിലാണ് നമ്മൾ ഈ തിയറം ഉപയോഗിക്കുന്നത്. അതായത് ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. നമ്മുടെ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആയിരിക്കും എന്ത്? നമ്മുടെ ഹൈപ്പോട്ടന്യൂസ്, ദ ലാർജസ്റ്റ് സൈഡ് അല്ലെങ്കിൽ ദ ലോങ്സ്റ്റ് സൈഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കുന്നത്. മറക്കരുത് കേട്ടോ. ഒരു 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 90 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് എന്ത്? ഹൈപ്പോട്ടന്യൂസ്. അതാണ് നമ്മുടെ ലോങ്സ്റ്റ് സൈഡ്. ബാക്കി താഴെയുള്ളത് ബേസും ഹൈറ്റ് ആയിട്ട് വരുന്നത് ആൾട്ടിറ്റ്യൂഡ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ഇക്വേഷൻ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന സെറ്റ് അല്ലേ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അടുത്തതിലോട്ട് വാ, അടുത്തതിലോട്ട് വാ. എടാ ജസ്റ്റ് ഇതിന്റെ ഒന്ന് പറഞ്ഞാണെന്നാ ഹൈപ്പോട്ടന്യൂസ് എത്രയാണെന്ന് പറഞ്ഞാണ്. ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ അതായത് എ ബി സി ആണ് ഈ ട്രയാങ്കിളിൽ. ഈ ബി സി എന്ന് പറഞ്ഞാടാ, ബി സി എത്രയായിരിക്കും? ബി സി ഓക്കെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് നിങ്ങൾക്ക് അറിയാം, ബി സി. അപ്പോൾ ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ബേസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ബി സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? എ സി സ്ക്വയർ നമുക്ക് എഴുതാം. അപ്പോൾ ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? എ ബി സ്ക്വയർ എന്ന് പറയുന്നത് 1 സ്ക്വയർ ആണ് പ്ലസ് എ സി സ്ക്വയർ എന്ന് പറയുന്നത് √2 സ്ക്വയർ ആണ്. ബി സി സ്ക്വയർ അപ്പൊ എന്ത് വരും? 1 പ്ലസ് √2 സ്ക്വയർ 2 ആണ്. അപ്പോൾ ബി സി സ്ക്വയർ നമുക്ക് കിട്ടി എത്രയാടാ? 1 + 2 3 ആന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ബി സി എന്താടാ? √3. യെസ്, ജസ്റ്റ് ചുമ്മാ ഒന്ന് മൊത്തത്തിൽ എഴുതി കാണിച്ചെന്നുള്ളൂ. ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ കേട്ടോ. ഒറ്റയടിക്ക് ആൻസർ ചെയ്യുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. ഒറ്റയടിക്ക് എഴുതണ്ട, ഈ ഇക്വേഷൻ ഒന്ന് എഴുതിട്ട് എഴുതുന്നല്ല കേട്ടോ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ എന്തായാലും എഴുതണം. അതെന്തായാലും എഴുതണം കേട്ടോ. പിന്നെ നിങ്ങൾ ബി സി ഈസ് ഈക്വൽ ടു √3 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്തിലോട്ട് വാ, അടുത്തിലോട്ട് വാ. അടുത്ത് നോക്കിക്കേ, അടുത്ത് നോക്കിക്കേ. എടാ ഒന്ന് ഇത് കണ്ട എടാ, √x is the side of a square of area x. എന്തുകൊണ്ടാ? എടാ ഒരു സ്ക്വയർ, ആ സ്ക്വയറിന്റെ സൈഡിന്റെ അല്ലെങ്കിൽ ആ സ്ക്വയറിന്റെ ഏരിയ x ആണെങ്കിൽ, സ്ക്വയറിന്റെ ഏരിയ x ആണെന്നെങ്കിൽ അതിനൊരു സൈഡ് എത്രയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് പറയാൻ മേലെ √x ആണെന്ന് പറയാൻ മേലെ. കാരണം ഈ സ്ക്വയറിന്റെ ഏരിയ ഞാൻ പറയുക 25 ആണെന്ന് പറയാ. അപ്പോൾ ഇതിന്റെ ഒരു സൈഡ് എത്രയാന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? √25 ആണ് ഒരു സൈഡ്. ഓക്കെ, ഈ സ്ക്വയറിന്റെ ഏരിയ 16 ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? സ്ക്വയറിന്റെ ഏരിയ 16 ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയണം അതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് √16 ആണ്. ഓക്കെ, സൈഡ് 25 ആണെങ്കിൽ ഒരു ഏരിയ 25 ആണെങ്കിൽ എന്താണ്? ഒരു സൈഡ് √25. മറ്റേ ഏരിയ 16 ആണെങ്കിൽ ഒരു സൈഡ് എത്രയാണ്? √16. ശരിയല്ലേ? √16 എത്രയാ? 4 ആണ്. √25 എത്രയാ? 5 ആണ്. ക്ലിക്കായോ? ക്ലിക്കായോ? ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഏരിയ 25 ആണെന്നിരിക്കട്ടെ. ഈ സ്ക്വയറിന്റെ ഏരിയ 25. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓരോ സൈഡ് എത്രയായിരിക്കും? ഇത് 5 അല്ലേ? ഇതും 5 അല്ലേ? ഇതും 5 അല്ലേ? ഇതും 5 അല്ലേ? സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താടാ? സൈഡ് ഇൻറ്റു സൈഡ്. 5 × 5 എത്രയാടാ? 25 ആണ്. അപ്പോൾ ഏരിയ 25 അല്ലേ? ഇനി അതിന്റെ ഒരു സൈഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? √25 എടുത്താൽ മതി. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഏരിയ x ആണെങ്കിൽ ഒരു സൈഡ് എത്രയാടാ? ഏരിയ x ആണെങ്കിൽ ഒരു സൈഡ് എത്രയാ? √x. അത്രേ ഉള്ളൂ ഇവിടെ പറഞ്ഞേക്കുന്നത്. √x is the side of a square of area x. എന്താണ്? √x is the side of a square of area x. ഏരിയ x ആണെങ്കിൽ സൈഡ് എത്രയായിരിക്കും? √x ആയിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അടുത്തത് നോക്കടാ. ഇത് നോക്കിക്കേ. അങ്ങനെ ഇതിന് ഉത്തരം പെട്ടെന്ന് പറഞ്ഞടാ, പെട്ടെന്ന് പറഞ്ഞേ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഹാവിംഗ് ഏരിയ 8 cm². ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. എടാ ഏരിയ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ഒരു സൈഡ് എത്ര ആയിരിക്കും ഈ സ്ക്വയറിന്റെ? ഈ സ്ക്വയറിന്റെ ഏരിയ എത്രയാണ്? 4ഓ?
എടാ ഇത്രയും നേരം നിന്റെ തൊട്ട് പിന്നെ ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ഏരിയ 8 എന്ന് പറയണ്ട. ആരാ പറയണ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞടാ. ആരെങ്കിലും ഒന്ന് പറഞ്ഞടാ. എടാ ഏരിയ എക്സ് ആണെങ്കിൽ ഒരു സൈഡ് എത്രയാന്നാ പറഞ്ഞത് എന്നോട്? നിങ്ങളോട് എത്രയാ പറഞ്ഞേ? ഏരിയ എക്സ് ആണെങ്കിൽ ഒരു സൈഡ് എത്രയായിരിക്കും? റൂട്ട് എക്സ് ആയിരിക്കും. അപ്പൊ ഏരിയ 8 ആണെങ്കിൽ ഒരു സൈഡ് എത്ര ആയിരിക്കും? ആ റൂട്ട് 8. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കാരണം എന്താണ്? എടാ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 8 ആണ്. ഏരിയ നമ്മൾ എങ്ങനെ കാണുന്നത്? എങ്ങനെ ഏരിയ കാണുന്നത്? സൈഡ് എത്രയാണോ സൈഡിന്റെ സ്ക്വയർ എടുക്കും അല്ലെ? ഒരു സൈഡ് എത്രയാണോ അതിന്റെ സ്ക്വയർ എടുക്കും. അതായത് നമുക്കറിയാം സൈഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? 8 ആണ്. അപ്പോൾ സൈഡ് എസ് ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും? സൈഡ് സ്ക്വയർ ആണ് 8. അപ്പൊ സൈഡ് കാണാൻ എന്ത് ചെയ്യണം? റൂട്ട് 8. ഇത്രേ ഉള്ളൂ സംഭവം, ഇത്രേ ഉള്ളൂ. അതായത് നിങ്ങൾ പറഞ്ഞോ എടാ ഏരിയ 15 പറഞ്ഞോ, ഒരു സൈഡ് എത്രയായിരിക്കും? റൂട്ട് 15 ആയിരിക്കും. നിങ്ങളോട് പറയാം ഏരിയ 13 പറഞ്ഞു, ഒരു സൈഡ് എത്രയായിരിക്കും? റൂട്ട് 13 ആയിരിക്കും. അത്രേ ഉള്ളൂ. ഏരിയ എത്രയാന്ന് പറയുന്നോ അതിന്റെ റൂട്ട് ആയിരിക്കും സ്ക്വയറിന്റെ ഒരു സൈഡ്. സ്ക്വയറിന്റെ കേസ് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. എന്താണ്? സ്ക്വയറിന്റെ കേസ് മാത്രം. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? നിങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് ഇച്ചിരി സ്പീഡിൽ പോകേണ്ട ആവശ്യമുണ്ടല്ലോ. നമുക്ക് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നോക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. അപ്പൊ എഴുതിയെടുക്കാൻ പറ്റിയില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളുക കേട്ടാ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പയ്യെന്ന് എഴുതിക്കോ. സെറ്റ് അല്ലേ? ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ഇത് നോക്കിയടാ, ഇത് നോക്കിയേ. ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ, ക്യു ആർ ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ, പി ക്യു ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. എത്രയാണ്? ക്യു ആർ 2 സെന്റിമീറ്റർ ആണ് കേട്ടാ. പി ക്യു എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. എടാ അങ്ങനെയെങ്കിൽ ആംഗിൾ ക്യൂ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ ഇനി കണ്ടുപിടിക്കാമല്ലോ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി ആർ. ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ലെങ്ത് ഓഫ് പി ആർ. ഈ പി ആർ കണ്ടുപിടിക്കാൻ. പി ആർ എന്ന് പറഞ്ഞാൽ എന്താടാ? എന്താടാ? നമ്മുടെ പി ക്യു ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് പി ആർ അല്ലെ? പി ആർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്കറിയാം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ചെയ്താ പോരെ? എടാ പി ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താടാ? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതായത് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആണ് നമുക്കറിയാം അല്ലെ? അപ്പോൾ പി ആർ സ്ക്വയർ എന്തെന്ന് വരും? 4 പ്ലസ് 9 എന്ന് വരും. therefore പി ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 13. അപ്പോൾ പി ആർ എന്ത് വരും മക്കളെ? പി ആർ എന്ത് വരും? റൂട്ട് 13. അങ്ങനെ നമ്മൾ പുഷ്പം പോലെ കണ്ടുപിടിച്ചല്ലേ? ലെങ്ത് ഓഫ് പി ആർ നമ്മൾ പുഷ്പം പോലെ കണ്ടുപിടിച്ച എത്രയാണ്? റൂട്ട് 13. റൂട്ട് 13 എന്ന് കിട്ടി. ഇനി നിങ്ങളോട് പറയാ ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 13 സ്ക്വയർ സെന്റിമീറ്റർ. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 13 സ്ക്വയർ സെന്റിമീറ്റർ. എങ്ങനെ വരയ്ക്കും നിങ്ങൾ? എങ്ങനെ വരയ്ക്കും? ഇതുപോലെ തന്നെ വരയ്ക്കുക. ആദ്യം എന്ത് ചെയ്യുക? സ്കെയിലിൽ ഒരു 2 സെന്റിമീറ്റർ എടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഒരു 90 ഡിഗ്രി നീട്ടി അങ്ങ് വരയ്ക്കുക. എങ്ങനെ? പൊട്രാക്ടർ എടുത്ത് 90 ഡിഗ്രി വരയ്ക്കണം. പൊട്രാക്ടർ എടുത്ത് 90 ഡിഗ്രി കുത്തിട്ടിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? കോമ്പസിൽ ഒരു 3 സെന്റിമീറ്റർ ആർക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ, കോമ്പസിൽ 3 സെന്റിമീറ്റർ ആർക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിച്ചാൽ നിങ്ങൾക്ക് ഈ ട്രയാങ്കിൾ ആയില്ലേ? ഈ ട്രയാങ്കിൾ ആയില്ലേ? മനസ്സിലായോ? ആദ്യം 2 സെന്റിമീറ്റർ, പിന്നെ പൊട്രാക്ടർ അല്ല നമ്മുടെ എന്താ പൊട്രാക്ടർ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? പൊട്രാക്ടർ യൂസ് ചെയ്ത് നമ്മൾ ഒരു 90 ഡിഗ്രി വരയ്ക്കുന്നു. അവിടെ ഒരു 3 സെന്റിമീറ്ററിന്റെ ആർക്ക് രേഖപ്പെടുത്തുന്നു. എന്നിട്ട് അത് യോജിപ്പിച്ചാൽ നമുക്ക് അവിടെ ട്രയാങ്കിൾ ആയി. അപ്പോൾ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എന്ന് പറയുന്ന ഹൈപ്പോട്ടന്യൂസ് എന്താടാ? ഈ ഒരു സൈഡ് എന്തായി? അപ്പോ റൂട്ട് 13 അല്ലേ? ഈ ഒരു സൈഡ് റൂട്ട് 13 അല്ലേ? അപ്പോൾ നമുക്ക് എന്താ വരയ്ക്കണ്ടേ? സ്ക്വയറിന്റെ ഏരിയ 13 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ? സ്ക്വയറിന്റെ ഏരിയ 13 ആണെങ്കിൽ മക്കളെ ഒരു സൈഡ് എത്ര ആയിരിക്കും? സ്ക്വയറിന്റെ ഒരു സൈഡ് എത്ര ആയിരിക്കും? റൂട്ട് 13 ആയിരിക്കില്ലേ? ഏരിയ 13 വരയ്ക്കേണ്ട നമുക്ക്. അപ്പോൾ ഒരു സൈഡ് എത്ര ആയിരിക്കും? അത് റൂട്ട് 13 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് അല്ലടാ മക്കളെ ഈ കിടക്കണേ അല്ലേ? സ്ക്വയറിന്റെ ഒരു സൈഡ് അല്ലേ ഈ കിടക്കണേ? ഇനി എന്ത് ചെയ്താൽ മതി? പൊട്രാക്ടർ വെച്ച് ഇവിടുന്ന് ഒരു 90 ഡിഗ്രി അങ്ങ് വരച്ചു വിടുക. ഇവിടെ നിന്നും പൊട്രാക്ടർ ഉപയോഗിച്ച് ഒരു 90 ഡിഗ്രി മുകളിലോട്ട് വരച്ചു വിടുക. എന്നിട്ട് എന്ത് ചെയ്യുക? കോമ്പസ് അങ്ങ് എടുക്കുക. കോമ്പസ് എടുത്ത് ഈ പി ക്യൂവിന്റെ ലെന്തം കളക്കുക. സോറി, പി ക്യൂ അല്ല, പി ആറിന്റെ ലെന്തം കളക്കുക. ഓക്കെ, കോമ്പസ് എടുത്ത് പി ആർ അങ്ങ് അളന്നെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ലൈൻ നമ്മൾ നീട്ടി വരച്ചിട്ടില്ലേ? ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ ഈ ആറിൽ കോമ്പസ് കുത്തി ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കുക. ഏതിൽ എന്താ വരയ്ക്കേണ്ടത്? ഏതിൽ എന്താ എടുക്കേണ്ടത്? ഈ റൂട്ട് 13 എന്ന് പറഞ്ഞ ഈ ലെന്ത്. അപ്പൊ രണ്ടിടത്തും ആർക്ക് വരച്ചില്ലേ? ഇനി എന്ത് ചെയ്യുക? ഇവിടെ കുത്തി അതേ ദൂരത്തിൽ ഇവിടെ ഒരു ആർക്ക് കൂടെ വരയ്ക്കുക. എന്നിട്ട് ഇതൊക്കെ കൂട്ടി യോജിപ്പിച്ച എന്തായി? അവിടെ ഒരു സ്ക്വയർ ആയി. ആ സ്ക്വയറിന്റെ ഓരോ സൈഡുകളും എത്രയാന്ന് നിങ്ങൾക്ക് കിട്ടും? എല്ലാം റൂട്ട് 13 എന്ന് കിട്ടും അല്ലെ? എല്ലാ സൈഡുകളും നിങ്ങൾ അളന്ന് വരച്ച എത്രയാണ്? റൂട്ട് 13 വെച്ചാണ്.
അപ്പൊ ഇതിന്റെ ഏരിയ എന്തായടാ? ഇതിന്റെ ഏരിയ എന്തായി? √13 ഇൻറ്റു √13 അല്ലെ? ഏരിയ എങ്ങനെ എടുക്കണേ? √13 ഇൻറ്റു √13 എത്ര കിട്ടി? 13 എന്ന് കിട്ടി അല്ലെ? ഏരിയ നമുക്ക് എത്ര കിട്ടി? 13 എന്ന് കിട്ടി. അപ്പൊ സെറ്റ് അല്ലേ? ഒരു സ്ക്വയർ ഏരിയ 13 വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വരയ്ക്കില്ലേ? വരയ്ക്കില്ലേ? ഇതേപോലെ വരച്ചാൽ മതി കേട്ടാ. നിങ്ങളെ കൊണ്ട് ഇപ്പൊ വരപ്പിക്കാത്ത എന്തുകൊണ്ടാ? വരപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാരും വരച്ചു തീർന്നിട്ട് പോകണമെങ്കിൽ നമുക്ക് അരമണിക്കൂറെങ്കിലും എടുക്കും, അതുകൊണ്ടാണ് കേട്ടാ. ഓക്കെ സെറ്റ്. അടുത്ത ചോദ്യം നോക്കടാ. ഇതിപ്പോ എന്താണ് നിങ്ങളുടെ മനസ്സിലോട്ട് നിങ്ങൾ പഠിച്ചതല്ല ഒന്ന് ഓർത്തെടുക്കാനുള്ള ക്ലാസ് അല്ല നമ്മുടെ റിവിഷൻ, ഒന്ന് ഓർത്തെടുക്കാനാണ്. അപ്പൊ നിങ്ങളും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടാ, ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കണം. ഇവിടെ നോക്കടാ, ചാപ്റ്റർ 5 ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ. ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ അടുത്തതാ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ. അതിലെന്തൊക്കെയാ നമുക്ക് പഠിക്കാനുള്ള ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷനില്ല? ഇങ്ങ് നോക്കിക്കടാ, ഇങ്ങ് നോക്കിക്കേ. ഫോർ എനി പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ നമുക്കറിയാം √x ഇൻറ്റു √y എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? √x ഇൻറ്റു √y എന്താണ്? √xy ആണ്. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ √3 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? എത്രയാണ്? ഇങ്ങനെ എഴുതാൻ മേലെ √3 ഇൻറ്റു 2 എന്ന് എഴുതാൻ മേലെ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ കേട്ടാ. √x ഇൻറ്റു √y എന്ന് പറഞ്ഞാൽ √xy കേട്ടാ, √x ഇൻറ്റു y. ഇത് xy എന്ന് വെച്ചാൽ x ഇൻറ്റു y എന്നാണ് അർത്ഥം. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ? ഇത് ക്ലിയർ ആണോ? പറഞ്ഞേ, ക്ലിയർ ആണോ ഇത്? യെസ്, സെറ്റ് ആണ് അല്ലേ? അപ്പോൾ √x ഇൻറ്റു √y എന്ന് പറഞ്ഞാൽ √xy സെറ്റ്. ഇതും ഈ റിസൾട്ട് ഒന്ന് ഓർത്തിരുന്നോ? √x ഇൻറ്റു √y ഈക്വൽ ടു √z ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? √z ബൈ √x ഈക്വൽ ടു √y എന്ന് എഴുതാം. ഓക്കെ, √z ബൈ √x ഈക്വൽ ടു √y എന്ന് എഴുതാം. അതുപോലെ എന്തെന്ന് എഴുതാം? ഈ √y നമുക്ക് അടിയിലോട്ട് കൊടുത്തിട്ട് ഈ അടിയിൽ കിടക്കുന്ന √x നെ മുകളിലോട്ട് കൊണ്ടുവരാം. അതല്ലേടാ ഇത്? അതല്ലേടാ ഇത്? √x ബൈ √y ഈക്വൽ ടു √x സോറി √z ബൈ √y ഈക്വൽ ടു √x. നമ്മളെ ഈ മുകളിൽ കിടക്കുന്നതിനെ താഴത്തോട്ട് കൊണ്ടുവരാറില്ലേ? അപ്പോൾ താഴെ കിടക്കുന്നതിനെ മുകളിലോട്ട് കൊണ്ടുവരാറില്ലേ? അതേ സെറ്റപ്പ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞോളൂ. അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞ ഐഡിയ വെച്ച് ഇതൊന്ന് ചെയ്ത് കാണിച്ചടാ. ഇതൊന്ന് ചെയ്ത് കാണിച്ചേ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഐഡിയ വെച്ച് ഇതൊന്ന് ചെയ്ത് കാണിച്ചേ. വിച്ച് നാച്ചുറൽ നമ്പർ ഈസ് ഈക്വൽ ടു √12 ഇൻറ്റു √3? ഒന്ന് ചെയ്ത് കാണിച്ചേ. ആരാ പറയണത് നോക്കട്ടെ. ആ നാച്ചുറൽ നമ്പർ ഏതാണെന്ന് പറഞ്ഞേ. √12 ഇൻറ്റു √3 ഒന്ന് ചെയ്ത് കാണിച്ചേ. √12 ഇൻറ്റു √3 നോക്കട്ടെ, ആരാ പറയണത് നോക്കട്ടെ ഉത്തരം. √12 ഇൻറ്റു √3 √36. അവിടെ അങ്ങോട്ട് തീരുവോ? വിച്ച് നാച്ചുറൽ നമ്പർ എന്ന് ചോദിച്ചാൽ നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ ആണോടാ √36? നാച്ചുറൽ നമ്പർ ഏതാന്ന് പറഞ്ഞാടാ. അപ്പോ √36 എന്താന്ന് പറഞ്ഞത്? എത്രയാണ്? 36ഓ? ആഹാ, √36 റൂട്ട് ചുമ്മാ എടുത്ത് കളഞ്ഞോ? എടാ ഇങ്ങ് നോക്കി, ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞല്ലോ എന്താണ് √x ഇൻറ്റു √y എന്ന് പറഞ്ഞാൽ എന്താണ്? √xy ആണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇങ്ങനെ നോക്കടാ, √12 ഇൻറ്റു √3 നമുക്ക് എങ്ങനെ എഴുതാം? √12 ഇൻറ്റു 3 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? √12 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ √36 എന്ന് എഴുതാം. എടാ √36 എത്രയാടാ? √36 എത്രയാണ്? എത്രയാണ്? 6 അല്ലേടാ? √36 എന്ന് പറഞ്ഞാൽ 6 അല്ലേടാ? അപ്പോൾ നമുക്ക് വേണ്ട നാച്ചുറൽ നമ്പർ എത്രയാടാ? അത് ഇവിടുത്തെ നാച്ചുറൽ നമ്പർ എത്രയാണ്? 6. അഫാൻ കമന്റ് ചെയ്തിട്ടുണ്ട് 6. മെഡിക്കൽ അൻസില കിട്ടിയോടാ? കിട്ടിയോ അൻസില? മനസ്സിലായോ അൻസില? മനസ്സിലായോ? അൻസിലേക്ക് മനസ്സിലായില്ല? മനസ്സിലായി, അത്രേ ഉള്ളൂ കേട്ടാ. അങ്ങനെയാണെങ്കിൽ അടുത്തതും കൂടെ പറഞ്ഞാ. ഇതുകൂടെ പറഞ്ഞേ, ഇത് പറഞ്ഞേ. √27 ബൈ √3. എടാ √27 ബൈ √3. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോട് √x ബൈ √y നെ നമുക്ക് എങ്ങനെ എഴുതാം? √x ബൈ √y നെ എങ്ങനെ എഴുതാം? √x ബൈ y എന്ന് എഴുതാം. ഓക്കെ, √x ബൈ y എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ഇവിടെ പറഞ്ഞേടാ, ഇവിടെ പറഞ്ഞേ ഇവിടെ √27 ഡിവൈഡഡ് ബൈ √3 അല്ലേ നമ്മുടെ ചോദ്യം അല്ലേ? ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ മേലടാ, √27 ബൈ 3 എന്ന് എഴുതാൻ മേലടാ. മേലെ √x ബൈ √y എന്ന് പറഞ്ഞാൽ √x ബൈ y എന്ന് എഴുതാം. അപ്പോൾ √27 ബൈ √3 എനിക്ക് എങ്ങനെ എഴുതാം? √27 ബൈ 3. എത്രയാടാ √27 ബൈ 3? √9 ആണ്. √9 എത്രയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോടാ. എത്രയാടാ √9? എത്രയാണ്? 3 ആണ്. യെസ്, 3 ആണ്. കിട്ടി, അതും കിട്ടി അല്ലേ? അപ്പോൾ ആദ്യത്തെ ഉത്തരം 3 എന്ന് കിട്ടി. ആദ്യത്തെ ഉത്തരം 6 എന്ന് കിട്ടി. രണ്ടാമത്തെ ഉത്തരം നമുക്ക് 3 എന്നും കിട്ടി.
ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എക്സാമിന് ഒന്നും ചെയ്യില്ല എല്ലാരും. ഇനിക പറഞ്ഞോ? ഇനിക ഓക്കെ 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 മ്യൂട്ട് ചെയ്തോ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്തോട്ട് പോയാലോ? മനസ്സിലായല്ലോ നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? അടുത്തോട്ട് പോവാം, അടുത്തോട്ട് പോവാം. എടാ ഇത് പെട്ടെന്നൊന്ന് ചെയ്തടാ, ഇത് പെട്ടെന്ന് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഇത് പെട്ടെന്നൊന്ന് ചെയ്തേ, ഇത് പെട്ടെന്നൊന്ന് ചെയ്തേ. റൂട്ട് 0.5 ഇൻറ്റു റൂട്ട് 6, റൂട്ട് 0.5 ഇൻറ്റു റൂട്ട് 6. അതെങ്ങനെ എഴുതാം? അതെങ്ങനെ എഴുതാം? പറഞ്ഞേ പെട്ടെന്ന് പറഞ്ഞേ. റൂട്ട് ഓഫ് 0.5 ഇൻറ്റു 6. യെസ്. റൂട്ട് 3.0 ആണ് കിട്ടിയതാ. ഞാൻ നോക്കട്ടെ ഇതിനെ എങ്ങനെ എഴുതാ എനിക്ക്? റൂട്ട് ഓഫ് 0.5 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 0.5. എടാ 0.5 എന്ന് വെച്ചാൽ അരയല്ലേ? അര, ഹാഫ് അല്ലേ? എടാ 0.5 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞ? ഹാഫ് എന്നല്ലേ പറയണേ? ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താടാ? 1/2 അല്ലേ? 1/2 അര, 1/2 ആണല്ലോ. ഡൗട്ട് ഉണ്ടോ? 0.5 എന്ന് പറഞ്ഞാൽ എന്താടാ? 1/2 അല്ലേ? 1/2 ഇൻറ്റു എന്ത് വരും? 3യോ? അങ്ങനെ 3 തന്നെ. 0.5 ഇൻറ്റു 6. ഓക്കെ, 1/2 ഇൻറ്റു 6. അപ്പൊ കട്ട് ചെയ്തിട്ട് 3 വരും. ഓക്കെ, ഞാൻ ഓർത്തു ആദ്യം എങ്ങനെ. അപ്പൊ 1/2 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാം അല്ലേ? പറഞ്ഞേ ഉത്തരം പറഞ്ഞേ. കട്ട് ചെയ്തു, 3 കിട്ടി. അപ്പോൾ എന്തോന്നു ഉത്തരം? റൂട്ട് 3 വന്നു. സെറ്റ് അല്ലേ? മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായോ? എടാ ഇത്രേ ഉള്ളൂ. ഇതിനെ എങ്ങനെ എഴുതായിരുന്നു? എനിക്ക് 0.5 ഇൻറ്റു 6 എന്ന് എഴുതാം അല്ലേ? 0.5 ഇൻറ്റു 6. എടാ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 0.5 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 6നെ നമ്മൾ ഒരു അര കൊണ്ട് ഇൻറ്റു ചെയ്യുക. 6ന്റെ അര എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 അല്ലേ? അത്രേ ഉള്ളൂ. റൂട്ട് 0.5 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ റൂട്ട് 3 പകുതിയാക്കി. എടാ ഇവിടെ എന്താ പറഞ്ഞാൽ? ഇവിടെ എന്ത് വരും? റൂട്ട് ഓഫ് 7 1/2 ഇൻറ്റു എത്രയാണ്? 3 1/3 അല്ലെ? 7 1/2 ഇൻറ്റു 3 1/3. അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 7 1/2 എനിക്ക് എങ്ങനെ എഴുതാം? 7 ഇൻറ്റു 2 14 ആണ്. 40 പ്ലസ് 1 15 ആണ്. 15/2 എന്ന് എഴുതാം. ഇൻറ്റു 3 ഇൻറ്റു 3 9 ആണ്. 9 പ്ലസ് 1 10 ആണ്. സോ 10/3. അപ്പോൾ ഇവിടെ ഒന്ന് ചെയ്ത് കാണിച്ചാൽ ഇവിടെ എത്ര വരും? റൂട്ട് ഓഫ് 15 ഇൻറ്റു 10 എത്രയാണ്? 150 ആണ്. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 എത്രയാണ്? 6 ആണ്. എടാ റൂട്ട് ഓഫ് 150/6 എന്ന് വെച്ചാൽ അർത്ഥം എന്താ? 150നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം എത്രയാടാ? 150നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25 ആണ്. അതായത് റൂട്ട് 25 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് റൂട്ട് 25 എത്രയാണ്? 5 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? എളുപ്പമല്ലേ? എവിടെയെങ്കിലും പാട് തോന്നിയോ? ആ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നതിലാണോ പാട് വന്നത്? 7 1/2നെ 15/2 എങ്ങനെ വന്നത് മനസ്സിലായില്ലേ? 7 1/2 2 into 7 14 14 plus 1 15 15/2 3 into 3 9 9 plus 1 10 10/3. So okay, പിന്നെ നമ്മൾ എന്ത് ചെയ്തുള്ളൂ? ഈ 15 into 10 ചെയ്തു 150. 2 into 3 ചെയ്തു 6. 150 divided by 6 എല്ലാവർക്കും അറിയാം 25 ആണ്. അപ്പോൾ റൂട്ട് 25 5 ആണെന്ന് അറിയാം. ഓക്കെ ആണെങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോടാ. അടുത്ത ചോദ്യം എഴുതിയെടുത്ത് തീരാത്തവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തുടങ്ങട്ടെ. ഞാൻ പറഞ്ഞായിരുന്നു. യെസ്. എടാ ഇതൊന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞേ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ ഇൻ ദ ഫിഗർ. എടാ ഒന്ന് പറഞ്ഞ ആരാ പറഞ്ഞേ? ഏരിയ ഓഫ് റെക്ടാംഗിൾ ആണോ? ഇക്വേഷൻ പറഞ്ഞടാ. ഏരിയ ഓഫ് റെക്ടാംഗിൾ ഇക്വേഷൻ പറഞ്ഞേ. ഏരിയ ഓഫ് റെക്ടാംഗിൾ ഒന്ന് പറഞ്ഞേടാ പെട്ടെന്ന്. റെക്ടാംഗിളിന്റെ ഏരിയ ആണോ ഇക്വേഷൻ? ഒരു സൈഡ് എടാ ഒരു റെക്ടാംഗിളിന്റെ ലെന്തും ബ്രെഡ്ത്തും ഉണ്ടെങ്കിൽ അതിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താടാ? ലെന്തും ബ്രെഡ്ത്തും ഉണ്ടെങ്കിൽ അതിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താടാ? നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പോകില്ലെന്ന, അതുകൊണ്ട് ഞാൻ തന്നെ പറയുക. ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് എന്താ റെക്ടാംഗിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ നമുക്ക് രണ്ട് സൈഡുകൾ തന്നിട്ടുണ്ടല്ലോ. എത്രയൊക്കെയാണ്? നമുക്കിപ്പോ ഈ റെക്ടാംഗിൾ ABCD എന്ന് പറഞ്ഞ റെക്ടാംഗിളിന്റെ ലെന്ത് എത്രയായിട്ട് എടുക്കാം? BC അല്ലെ? ലെന്ത് റൂട്ട് 8 ആയിട്ട് എടുക്കാം. ബ്രെഡ്ത്ത് എത്രയായിട്ട് എടുക്കാം? റൂട്ട് 2 ആയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? റൂട്ട് 8 ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? റൂട്ട് 2. റൂട്ട് 8 ഇൻറ്റു റൂട്ട് 2.
√8 × √2 എങ്ങനെ എഴുതാം? എനിക്ക് എങ്ങനെ എഴുതാം? √8 × 2 എന്ന് എഴുതാം അല്ലേ? √8 × 2. എടാ √8 × 2 എത്രയാടാ? 8 × 2 എത്രയാടാ? 16 ആണ് അല്ലേ? 16 ആണ്. അപ്പോൾ √16 എത്ര വരുവാ മക്കളെ? എത്ര വരും √16? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് 4 ആണ്. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. 4 ആണെന്ന് കിട്ടി അല്ലേ? അങ്ങനെ നമുക്ക് ഏരിയ 4 ആണെന്ന് കിട്ടി. യൂണിറ്റും കൂടി ഇട്ടാ കേട്ടോ, 4 cm². അങ്ങനെ എ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ബി ഡി? എടാ ബി ഡിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ നോക്കിക്കടാ, ഈ ബി സി ഡി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? അതിന്റെ ബേസും ഉണ്ട്, ഓൾട്ടിറ്റ്യൂഡ് ഉണ്ട് നമ്മുടെ കയ്യില്. എന്ത് കണ്ടുപിടിച്ചാൽ മതി? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ആ സൈഡ് കണ്ടുപിടിച്ചാൽ മതി. ആ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് മക്കളെ ഇതല്ലേ? ബി ഡി അല്ലേ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്താം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് നമുക്കറിയാം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ് ബി ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? √8 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? √2 സ്ക്വയർ. അപ്പോൾ എത്ര വരും? ബി ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു √8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 ആണ്. √8 × √8 8 അല്ലേ? പ്ലസ് √2 × √2 എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. സോ എത്ര വരും? 10 വരും. എടാ ബി ഡി സ്ക്വയർ ആണ് 10. അപ്പോൾ therefore ബി ഡി എന്ത് വരും? ബി ഡി ഈസ് ഈക്വൽ ടു എന്ത് വരും? √10. അത്രേ ഉള്ളൂ. ഓക്കെ, ബി ഡി സ്ക്വയർ ആണ് 10. അപ്പോൾ ബി ഡി എന്ത് വരും? √10. സെറ്റ് അല്ലേ? അടുത്തതിലോട്ട് പോയാലോ? എഴുതി കഴിയാത്ത ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തരാം കേട്ടോ. എഴുതി കഴിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തരാം കേട്ടോ. അടുത്തതിലോട്ട് പോവാം. അടുത്തത് എടാ ഒന്ന് പറഞ്ഞടാ. The picture shows the figure formed by joining two squares. രണ്ട് സ്ക്വയറുകളാണ് കൊടുത്തേണേ. ഒരു സ്ക്വയറിന്റെ ഏരിയ എത്രയാടാ? 27. മറ്റേ താഴത്തെ ചെറിയ സ്ക്വയറിന്റെ ഏരിയ എത്രയാടാ? 12. ഒരെണ്ണം 27 ആണ് ഏരിയ, ഒരെണ്ണം 12 ആണ് ഏരിയ. എടാ അങ്ങനെയെങ്കിൽ 27 ഏരിയ ഉള്ള ഒരു സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയാടാ? പറഞ്ഞേ. 27 ആണ് ഏരിയ, സ്ക്വയറിന്റെ ഏരിയ 27. ഈ പച്ച സ്ക്വയറിന്റെ ഏരിയ 27 ആണ്. ഇങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞേ. സൈഡ് എത്രയാണ്? √27 അല്ലേ? അപ്പൊ ഈ സൈഡ് എന്ന് പറയുന്നത് √27 നമുക്ക് കിട്ടി. √27. എടാ 12 ആണ് ഏരിയ എങ്കിൽ ഈ ചെറിയ സ്ക്വയർ കണ്ട ബ്ലൂ സ്ക്വയർ ഉണ്ടോ? ബ്ലൂ, അതിന്റെ ഏരിയ 12 ആണെങ്കിൽ അതിന്റെ ഒരു സൈഡ് എത്രയായിരിക്കും ഞാൻ പറഞ്ഞേ? ഏരിയ 12 ആണെങ്കിൽ ഒരു സൈഡ് എന്ന് പറയുന്നത് √12 ആണ്. എടാ അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ ബോട്ടം സൈഡ് ഓഫ് ദിസ് ഫിഗർ അല്ലേ? ഈ ഫിഗറിന്റെ ബോട്ടം സൈഡിന്റെ ലെന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾക്കറിയാം 27 ആണ് സ്ക്വയറിന്റെ ഏരിയ എങ്കിൽ അതിന്റെ ഒരു സൈഡ് √27 ആണ്. 12 ആണ് മറ്റേ സ്ക്വയറിന്റെ ഏരിയ എങ്കിൽ അതിന്റെ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ √12 ആണ്. അപ്പോൾ ബോട്ടം ലെന്ത് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതിടാ? ഈ √27 പ്ലസ് √12 ചെയ്താൽ പോരെ? ബോട്ടം ലെന്ത് കാണാൻ അത്രയും ചെയ്താൽ പോരെ? നമുക്ക് പെട്ടെന്ന് ചെയ്ത് കണ്ടുപിടിച്ചടാ. പെട്ടെന്ന് ചെയ്തേ. എന്തൊക്കെ ചെയ്യണം? √27 പ്ലസ് ഇവിടെ എത്രയായിരുന്നു? 12 അല്ലെ? √27 പ്ലസ് √12 ചെയ്തടാ. ഇത് വരും. ഇത് നമുക്ക് √27 കിട്ടും, ഇത് √12 കിട്ടും. ഈ 27 നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്താലോ? 9 × 3 എന്ന് എഴുതാൻ മേലെ എനിക്ക് 9 × 3 എന്ന് എഴുതാൻ മേലെ 27 ഓക്കെ അല്ലേ? പ്ലസ് ഈ 12നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തോട്ടെ. 4 × 3 എന്ന് ഞാൻ എഴുതിക്കോട്ടെ. 4 × 3. ഇനി പറഞ്ഞേ √9ന്റെ വാല്യൂ നമുക്ക് പുറത്തോട്ട് എടുക്കാലോ. √9ന്റെ വാല്യൂ എത്രയാടാ? 3 ആണ്. അപ്പോൾ 3 ഞാൻ പുറത്തോട്ട് എടുത്തു. പിന്നെ അകത്തെന്തുണ്ട്? അകത്തൊരു √3 ഉണ്ട്. പ്ലസ് എടാ ഈ 4ന്റെ വാല്യൂ ഒന്ന് പുറത്തോട്ട് എടുത്തേ. √4 എത്രയാണ്? നിങ്ങൾക്കറിയാം 2 ആണ് അല്ലെ? പിന്നെ അകത്ത് എന്തോ ഉള്ളൂ? അകത്ത് √3 ഉള്ളൂ. ഇത്ര ഉള്ളൂ. 3√3 പ്ലസ് 2√3 എത്രയാടാ? 3√3 പ്ലസ് 2√3 എത്രയാടാ? 3√3 പ്ലസ് 2√3 എത്രയാടാ? കുറച്ച് മുന്നേ ആഡ് ചെയ്യാൻ പഠിച്ചല്ലേ നമ്മള്? 3 √3യുടെ കൂടെ 2 √3 കൂടെ എടുത്തു വെച്ചാൽ എന്തുണ്ടാ? 3 × 2 5 √3 അല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ 5 √3 എന്ന് നമുക്ക് കിട്ടും അല്ലേ? ടോട്ടൽ ലെന്ത് ആ താഴത്തെ സൈഡിന്റെ ലെന്ത് എത്ര കിട്ടും? ആ ഫിഗറിന്റെ താഴത്തെ ആ സൈഡിന്റെ ലെന്ത് നമുക്ക് എത്ര കിട്ടി? മൊത്തം 5 √3 എന്ന് കിട്ടി. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? പറഞ്ഞേ സെറ്റ് അല്ലേ? എഴുതിയെടുത്തോ? എല്ലാരും എഴുതിയെടുത്തോ?
ചോദ്യം കാണണമെന്നൂടെ? നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്? എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ ബോട്ടം സൈഡ് ഓഫ് ദ ഫിഗർ. ഫിഗറിന്റെ ബോട്ടം സൈഡിന്റെ ലെന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. കണ്ടുപിടിച്ചു കൊടുത്തില്ലേ നമ്മള് 5√3 എന്ന്? ഓക്കെ, അതും കൂടെ എഴുതിയെടുക്കാത്തതുകൊണ്ട് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ. നമുക്ക് സമയമായി, നിർത്താൻ സമയമായി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിന്ന് 3 ചാപ്റ്ററിന്റെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നോക്കി അല്ലേ? ഒന്ന് ഓർമ്മ കിട്ടിയില്ലേ? പഴയ പഠിച്ചതൊക്കെ ഒന്ന് ഓർമ്മ കിട്ടിയില്ലേ എല്ലാവർക്കും? അത്യാവശ്യം ഒന്ന് ഓർമ്മ കിട്ടിയില്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ ഒന്നുകൂടെ എടുത്ത് പഠിക്കണം. എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ബാങ്ക്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കണം. ഓക്കെ, ഈ ക്ലാസ്സിൽ പഠിപ്പിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നുകൂടെ നോക്കണം കേട്ടോ. ഈ ക്ലാസ് കൊണ്ട് മാത്രമാവില്ല, ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മൾ അയച്ചു തന്നിട്ടുണ്ട്, അതിലെല്ലാ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോഴെല്ലാ മോഡൽസും ആവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഓർമ്മ കിട്ടിയിട്ടുണ്ടല്ലോ, പറഞ്ഞോ? ക്വസ്റ്റ്യൻ കാണിച്ചാലോ? ഇതല്ലേടാ ക്വസ്റ്റ്യൻ? ഓക്കെ ഓക്കെ, ഇതല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബാക്കി ചാപ്റ്റേഴ്സ്, അടുത്ത 3 ചാപ്റ്റേഴ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ പറഞ്ഞാലോ? ഓക്കെ, ടാറ്റാ. യെസ്.